ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വെടിഞ്ഞ് പ്രത്യാശയോടെ ഇരിക്കുവാൻ. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്ത എന്ന ഈ പരിപാടി ശ്രമിക്കുന്ന ഏവർക്കും ദൈവനാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. യെഹെസ്കേൽ പ്രവചനമാണ് ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചു വരുന്ന വേദഭാഗം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി അതിൻ്റെ 44-ാം അധ്യായമാണ് നാം എടുത്തിട്ടുള്ളത്. യെരുശലേമിൻ്റെ നാശത്തെക്കുറിച്ചും യഹൂദയെക്കുറിച്ചുമൊക്കെയുള്ള പ്രവചനങ്ങളാണല്ലോ യെഹെസ്കേൽ പ്രവചനം. 4 ഭാഗങ്ങളായി തിരിക്കാവുന്ന ഈ പുസ്തകത്തിൻ്റെ 4-ാമത്തെ ഭാഗമാണ് ഈ 38 മുതൽ 48 വരെയുള്ള അധ്യായങ്ങൾ. ഇസ്രായേലിൻ്റെ പുനഃസ്ഥാപനമാണ് ഈ ഭാഗത്തെ ചിന്താവിഷയം. പുനഃസ്ഥാപിക്കപ്പെട്ടതിന് ശേഷം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ കൃത്യമായ അരുളപ്പാടുകളും വാഗ്ദത്തങ്ങളും ഒക്കെ നൽകുന്നതാണ് 44-ാം അധ്യായം. ന്യായവിധിക്ക് ശേഷമുള്ള ആശ്വാസവചനങ്ങൾ അല്ലെങ്കിൽ ദൈവീയ വാഗ്ദത്തങ്ങൾ യെഹെസ്കേൽ പ്രവാചകൻ ജനത്തിന് നൽകുകയാണ്. ലേവ്യ പുസ്തകത്തെ അനുസ്മരിപ്പിക്കുന്ന വിധം ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള വേദഭാഗമായിട്ട് ഇതിനെ നമുക്ക് കണക്കാക്കാം. എന്ത് ചെയ്യണം, ആലയത്തിൽ എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഓരോ പ്രവൃത്തിയും ചെയ്യുന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ നിർദ്ദേശങ്ങളാണ് ഈ പുസ്തകത്തിൽ പൂർണ്ണമായും രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ യഹോവയുടെ തേജസ്സിനെ കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. മഹാദൈവത്തിൻ്റെ തേജസ് ആലയത്തിൽ നിറഞ്ഞപ്പോൾ കവിണ്ണു വീണു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. 4-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: പിന്നെ അവൻ എന്നെ വടക്കേ ഗോപുര വഴിയായി ആലയത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. ഞാൻ നോക്കി, യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരിക്കുന്നത് കണ്ട് കവിണ്ണു വീണു. മഹാദൈവത്തിൻ്റെ തേജസ്സിന് മുമ്പിൽ കവിണ്ണു വീണുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. പുറപ്പാട് പുസ്തകത്തിൽ ദൈവവും മോശയുമായിട്ടുള്ള ആ കൂടിക്കാഴ്ചയിൽ പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തിൽ നാം കാണുന്നു, ഒരു മേഘം വന്ന് പർവ്വതത്തെ മൂടി. പിന്നീട് യഹോവയുടെ തേജസ് സീനായി പർവ്വതത്തിൽ ആവസിച്ചതായിട്ട് നാം കാണുന്നു. യഹോവയുടെ തേജസ്സിൻ്റെ കാഴ്ച പർവ്വതത്തിൻ്റെ മുകളിൽ കത്തുന്ന തീ പോലെയാണ് ഇസ്രായേൽ മക്കൾക്ക് തോന്നിയത്. ആ തേജസ് അവർണ്ണനീയമാണ് ദൈവത്തിൻ്റെ തേജസ്. 104-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ കാണുന്നു: യഹോവ മഹിമയും തേജസ്സും ധരിച്ചിരിക്കുന്നു. ആ തേജസ് ഇറങ്ങി വരുന്നതുമാണ്. 104-ാം സങ്കീർത്തനത്തിൽ യഹോവ ഏറ്റവും വലിയവൻ, യഹോവ മഹിമയും തേജസ്സും ധരിച്ചിരിക്കുന്നു എന്ന് കാണാൻ കഴിയും. ആ തേജസ് നമ്മുടെ മേൽ ഉദിക്കുമെന്ന് യെശയ്യാ പ്രവാചകനിലൂടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 60-ാം അധ്യായം യെശയ്യാ പ്രവചനം 60-ാം അധ്യായം 1-ാം വാക്യം: എഴുന്നേറ്റ് പ്രകാശിക്കാൻ നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുന്നു, നിന്റെ മേൽ യഹോവ ഉദിക്കും, അവൻ്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. ദൈവത്തിൻ്റെ തേജസ്സിന് പ്രത്യക്ഷമാകുവാൻ നാം കാക്ഷിച്ചിരിക്കേണ്ടതുണ്ട്. പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ ഭാഗ്യകരമായ പ്രത്യാശയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്നുണ്ട്. തീത്തോസ് എഴുതിയ ലേഖനം 2-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തിയോടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടി ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തിൻ്റെ പ്രത്യക്ഷതയിൽ, തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ നാം കാത്ത് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വെടിഞ്ഞ് പ്രത്യാശയോടെ ഇരിക്കുവാൻ ലേഖനത്തിലൂടെ നമ്മെ ഓർപ്പിക്കുന്നു.
യഹോവയുടെ തേജസ് നമുക്ക് പ്രാപിച്ചെടുത്ത് ഒരു ഭാഗ്യകരമായ ഒരു പ്രത്യാശ വെച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. അതിനായി നമുക്കൊരുങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു നല്ല പ്രഭാതം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു.